അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ സഹോദരൻ ഇന്ന് സ്വരാജിനായി പ്രചാരണത്തിനായി നിലമ്പൂരിലെത്തിയിരുന്നു. അദ്ദേഹം തൃപ്പൂണിത്തറയിൽ സ്വരാജ് മത്സരിച്ചപ്പോൾ എത്തിയിരുന്നു. പക്ഷെ അത് സ്വരാജിനെതിരായിട്ടായിരുന്നു. മാത്രമല്ല ലീഗിന്റെയും പോഷക സംഘടനകളുടെയൊക്കെ വേദിയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന ഒരാളാണ്. തെറ്റുതിരുത്തൽ പോലെയാണ് അദ്ദേഹം ഇവിടെ എത്തിയതെന്നാണ് പറയുന്നത്. റിപ്പോർട്ടറാണ്. കാലം ആവശ്യപ്പെടുന്ന നേതാവാണ് എം സ്വരാജ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അത് വലിയ ചർച്ചയൊക്കെ ആയിട്ടുണ്ട്. എന്തുകൊണ്ട് സ്വരാജ്? അതുകൊണ്ട് തന്നെയാണ് സ്വരാജിനെ പോലെ ഒരാളെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചാൽ അത് വോട്ടർമാർക്കാണ് നഷ്ടം. സാധാരണ നമുക്കറിയാം ഈ മമ്മൂട്ടിക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഈ പ്രചരണ രംഗത്തൊന്നും സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ അർപ്പിച്ചൊന്നും വരാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സഹോദരൻ വ്യത്യസ്തരാകുന്നത് മമ്മൂട്ടിയിൽ നിന്നും? അല്ല, ഞാനിപ്പോൾ അങ്ങനത്തെ ഒരാളല്ലല്ലോ. രണ്ടും സ്റ്റാറല്ല, സ്റ്റാറൊന്നും അല്ല. അതുമല്ല, പുള്ളിയുടെ ഒരു രീതി, മൂപ്പർക്ക് അങ്ങനത്തെ ഒരു രീതി, എൻ്റെ ഒരു രീതി, ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഇനി പുള്ളിക്ക് അങ്ങനെ പ്രശ്നം അതൊന്നുമില്ല. ഞാൻ നേരത്തെയും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയ പുള്ളി ചോദിച്ചു നിനക്കെന്താ ഒരു ഇടതുപക്ഷ. നേരത്തെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 21 തൃപ്പൂണിത്തറയിൽ സ്വരാജിനെതിരെ പ്രസംഗിക്കാൻ പോയ ആളാണ്. കെ ബാബുവിന്. അപ്പൊ ഞാനിപ്പോ പറയുന്നത് അന്ന് അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തതിന്റെ ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്തം ആണ്. കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടാണോ നമ്മൾ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടതാണ്. കോൺഗ്രസ്സുകാരെന്നല്ല, പല ആൾക്കാരും ആവശ്യപ്പെട്ടതിൽ ഞാൻ ഒരുപാടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ എനിക്കിപ്പോൾ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും സംസാരിക്കാം. കാരണം ഞാനൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. CPM-ലൊക്കെ അംഗത്വം ഉദ്ദേശമുണ്ടോ? തന്നാൽ ഇനിയിപ്പോൾ ഞാൻ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇനി പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ്, നിയമസഭാ ഇലക്ഷനൊക്കെ വരികയാണ്. അങ്ങനെ എന്തെങ്കിലും ഓഫറൊക്കെ ഒന്ന് സ്വീകരിക്കും? അതിനൊന്നും ആയിട്ടില്ലല്ലോ. നമ്മൾ പഠിച്ചു വരികയല്ലേ കാര്യങ്ങൾ കുറേ പഠിച്ചു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല, ശരിയെന്ന് തോന്നി. ഇനിയിപ്പോൾ പുതിയ പഠിത്തങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. എതിരാളിയായ ആര്യടൻ ഷൗക്കത്തും സിനിമക്കാരനാണ്, ശക്തമായ തിരക്കഥാകൃത്താണ്, കഥാകൃത്താണ്, സാഹിത്യകാരനാണ്, നല്ല വായനാശീലമുള്ള ആളാണ്. അപ്പൊ ഈ ആര്യടൻ ഷൗക്കത്തിന് അങ്ങനെ എഴുത്തള്ളാൻ പറ്റുമോ? അത് മാത്രമൊന്നുമല്ലല്ലോ ഒരാളെ ക്വാളിറ്റി. മൂന്നാം ഊഴം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തിനാ വിശ്വസിക്കണം? ഉറപ്പാണല്ലോ. നമ്മളൊരു നിലമ്പൂരിലൊരു ട്രെൻഡ് ഭൂരിപക്ഷം പറയാനുള്ള കുറച്ചും കൂടെ സമയം കഴിയണം. തീർച്ചയായും സ്വരാജ് നിയമസഭയിൽ ഉണ്ടാവും. പദവികൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ യോഗം ചേരുന്നതും LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഒക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും പദവികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ആഗ്രഹിച്ച് അങ്ങോട്ട് എന്താണെങ്കിൽ തരണ്ടേ? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എടുത്ത് തരുന്ന ആളൊന്നുമല്ലല്ലോ. നമുക്കറിയാമല്ലോ പിണറായിയുടെ ഒരു രീതികളൊക്കെ. പക്ഷെ ഞാനും പറയുന്നത് പിണറായിയുടെ ആ രീതികൾ അല്ലെങ്കിൽ മൂപ്പർ ശരിയാവില്ല. മൂപ്പർക്ക് ആ രീതിയിൽ മമ്മൂട്ടിനെ കാണുമ്പോൾ നമ്മളില്ല, മമ്മൂട്ടിക്ക് ഒരു അല്പം അഹങ്കാരം ഉണ്ടെന്ന് പറയുമ്പോൾ ആ അഹങ്കാരം ഒരു അലങ്കാരമെന്ന്